നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് സഹാബത്തിനോട് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്താ? അടർക്കളത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീ ഉമ്മ കുഞ്ഞിനെ തിരക്കി നടക്കുകയാണ്, ഓടുകയാണ്. അവർക്ക് അടർക്കളത്തിലെ രക്തരൂക്ഷിതമായ പോരാട്ടം വിഷയമല്ല. അവരുടെ മനസ്സ് പതച്ചതും മനസ്സ് തിളച്ചതും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് കുഞ്ഞിനെ തെരഞ്ഞ് നെട്ടോട്ടം ഓടുന്ന ആ സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ വാരി പുണർന്നെടുത്ത് അതിന് മുലയൂട്ടുകയാണ്. രംഗം കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുവോ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. അല്ലാഹു അർഹം മിൻ ഇബാദിഹി, അല്ലാഹു തൻ്റെ ദാസന്മാരോട് ഏറ്റവും കരുണയുള്ളവനാണ്. മിൻ ഹാദിഹി ബിവലദിഹ, ഈ ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ അല്ലാഹു ദാസന്മാരോട്, തൻ്റെ അടിയാന്മാരോട് കരുണ ഏറിയവനാണ് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്! അതുകൊണ്ടാണ് അല്ലാഹു അർ റഹ്മാൻ, അള്ളാഹു ഏറെ കരുണയുള്ളവനാണ്. അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ കരുണ ഉള്ള അള്ളാഹു തൻ്റെ കാരുണ്യം ചൊരിയുന്നവനാണ്. അതാണ് അർ റഹീം എന്ന നാമത്തിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മ ഖദൽ ഖൽഖ് കതബ ഇൻദഹു ഫൗക അർശിഹി ഇന്ന റഹ്മതി വസിഅത് ഇന്ന റഹ്മതി സബഖത് ഗദബി. അല്ലാഹു സൃഷ്ടിപ്പ് നടത്തി. അങ്ങനെ സൃഷ്ടിപ്പിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ എഴുതി. എന്താണ് എഴുതിയത്? അല്ലാഹു കതബ ഇൻദഹു ഫൗക അർശിഹി, അർശിന് മീതെ തൻ്റെ അരികിൽ അല്ലാഹു എഴുതി, ഇന്ന റഹ്മതി സബഖത് ഗദബി, എൻ്റെ റഹ്മത്ത് കാരുണ്യം സബഖത് ഗദബി, എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മികച്ചത്, അള്ളാഹുവിൻ്റെ കോപമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ നിങ്ങൾ, എത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യം അത് അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴുവൻ പടപ്പുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്ന അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ കാരുണ്യം അത് അല്ലാഹു ചിലർക്ക് പ്രത്യേകമാക്കുകയും ചിലർക്ക് മാത്രം എഴുതുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതെന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്, എല്ലാവർക്കും ഉണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാ വല്ലദീന ഹും ബിആയാതിന യുഅ്മിനൂൻ. അല്ലാഹു പറയുന്നു, ഫസഅക്തുബുഹാ, ഈ കാരുണ്യത്തെ നാം വിധിക്കും, ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്, വയുഅ്തൂന അസ്സകാ, സകാത്ത് കൊടുക്കുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിന യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ വിശാലമായ അല്ലാഹുവിൻ്റെ റഹ്മത്ത് അത് സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും എല്ലാവർക്കുമാണ്. എന്നാൽ ഈ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക്, സകാത്ത് കൊടുക്കുന്നവർക്ക്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് രേഖപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള റഹ്മത്തല്ല, അത് അല്ലാഹുവിൻ്റെ ചില പ്രത്യേകക്കാർക്ക് മാത്രമുള്ള റഹ്മത്താണ്. അത് ഈ ദുനിയാവിൽ നോക്കൂ നിങ്ങൾ, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക, അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഒരാൾ ഹിദായത്തിൽ ചലിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഒരു നന്മ പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യന് ഉദവി ലഭിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഒരു തിന്മ വർജിക്കുവാൻ ഉദവി ലഭിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ എല്ലാവർക്കും ഉണ്ടാവും.
എല്ലാവർക്കും ഇല്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത് അള്ളാഹു പ്രത്യേകം കടാക്ഷിച്ച ചില പടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഫസ അക്തുബുഹ, അള്ളാഹു ആദ്യം പറയാണ് വറഹ്മത്തി വസിയത്ത് കുല്ല ഷൈ, എല്ലാവർക്കും എൻ്റെ റഹ്മത്ത് വിശാലമാണ്. ഫസ അക്തുബുഹ, പക്ഷേ ഈ റഹ്മത്തിനെ ഞാൻ വിധിക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവർക്ക്. വയുത്തൂന സകാത്ത് കൊടുക്കുന്നവർക്ക്. വല്ലദീന ഹും ബി ആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്തുണ്ട് എന്നാണ് ഇവിടെ ഈ ആയത്ത് നമ്മളെ ഉണർത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ, അള്ളാഹു റഹ്മത്തിനെ പടച്ചു. അത് പടച്ച നാളിൽ 100 റഹ്മത്താണ് അള്ളാഹു പടച്ചത്, 100 കാരുണ്യം അള്ളാഹു പടച്ചു. ഫഅംസക ഇൻദഹു 99 റഹ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല 100 റഹ്മത്തിനെ പടച്ചപ്പോൾ അതിൽ 99 അള്ളാഹു തൻ്റെ അടുക്കൽ എടുത്തു വെച്ചു. വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ, പടപ്പുകളിൽ ഒരു റഹ്മത്താണ് അള്ളാഹു നിയോഗിച്ചത്. 99 അള്ളാഹു തൻ്റെ അടുക്കൽ പാത്ത് വെച്ചു. ഒരു റഹ്മത്ത് മാത്രമാണ് മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്, അയച്ചിട്ടുള്ളത്. ഈ തിരുമൊഴിയുടെ മറ്റൊരു റിവായത്തിൽ അള്ളാഹു പറയാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. ഒരു റഹ്മത്ത് അള്ളാഹു ജിന്നുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, ജന്തുമൃഗാദികൾക്കിടയിൽ, ഇഴജന്തുക്കൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു റഹ്മത്ത്. 99 അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഒരു റഹ്മത്താണ് അള്ളാഹു അവതരിപ്പിച്ചത്. അത് ജിന്നുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, ജന്തുജാലങ്ങൾക്കിടയിൽ, ഇഴജന്തുക്കൾക്കിടയിൽ വരെ അള്ളാഹു നിശ്ചയിച്ചത് ഒരു റഹ്മത്താണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫബിഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. ആ ഒരു റഹ്മത്ത് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടാണ് മനുഷ്യർ അന്യോന്യം, അത് ഈ ഉലകത്തിൻ്റെ തുടക്കം മുതൽ അതിലൊടുക്കം വരെ അന്യോന്യം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ജിന്നുകൾ കരുണ കാണിക്കുന്നുവെങ്കിൽ അത് ആ റഹ്മത്ത് കൊണ്ടാണ് കരുണ കാണിക്കുന്നത്. ജന്തുജാലങ്ങൾ, ഇഴജന്തുക്കൾ വരെ ആ ഒരു റഹ്മത്ത് കൊണ്ടുള്ള കാരുണ്യം, അതാണ് അന്യോന്യം വായ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ, വന്യമൃഗം സ്വന്തം കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് മൃദുലതയിൽ, മാർദ്ദവമായിട്ട് പ്രവർത്തിക്കുന്നത് ആ കാരുണ്യം കൊണ്ടാണ്. വഅഖറ അല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. വഅഖറ അല്ലാഹു 99 റഹ്മത്തിനെ പിന്തിപ്പിച്ചു, എടുത്തു വെച്ചു. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യനാളായാൽ ആ 99 കാരുണ്യം കൊണ്ടും അള്ളാഹു തൻ്റെ ദാസന്മാരോട് കരുണ കാണിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ 90 അള്ളാഹുവിൻ്റെ അടുക്കലുള്ള 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം ഇവിടെ സൃഷ്ടിചരാചരങ്ങളിൽ അവതരിപ്പിച്ചു. ആ കാരുണ്യത്തിൻ്റെ വായ്പാണ് ഇവിടെ അന്യോന്യം പടപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 99 അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്, പിന്തിപ്പിച്ചു. ആ റഹ്മത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവൻ്റെ ദാസന്മാരിൽ അവതരിപ്പിക്കും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹു ആ കാരുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പടച്ചവൻ്റെ റഹ്മത്ത് അത് വിശാലമായ റഹ്മത്താണ്. അതിൻ്റെ വലിപ്പത്രേ, അതിൻ്റെ അളവത്രേ. ഹാത്തിമുൽ അസം അൽ ഖുറാസാനിൽ ഒരു വിരക്ത ജീവിതം നയിച്ചിരുന്ന പണ്ഡിതനാണ് ഹാത്തിമുൽ അസം. അദ്ദേഹം ഹജ്ജിന് പൂതി വെച്ച ഒരു മഹാനാണ്. പക്ഷേ വീട്ടിൽ പെൺമക്കളാണ്, അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ തരല്ല. അപ്പോൾ ഒരു ദിവസം മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ പൂതിയുണ്ട്, പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് പോകാൻ വയ്യ. അപ്പം മൂത്ത മകൾ പറഞ്ഞതാണ് ഹാത്തിമുൽ അസമിനോട്, വാപ്പ നിങ്ങൾ പോയിക്കോളി, ഹജ്ജിന് പോയിക്കോളി, ഞങ്ങൾ കാരണത്താൽ നിങ്ങൾ ഹജ്ജ് മുടക്കണ്ട. അങ്ങനെ ഹാത്തിമുൽ അസം ഹജ്ജിന് പോയി.
പെൺമക്കളാണ് ഉമ്മയും. വാപ്പ വീട്ടിൽ വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലവഴി. ഇളയ മക്കൾ മൂത്ത പെങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. വാപ്പ ഹജ്ജിന് പോയപ്പോൾ പിന്നെ ചിലവിന് കൊണ്ടുവരാൻ ആരുമില്ല. അപ്പോൾ ഈ മൂത്ത മകൾ സങ്കടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. കാരണം മറ്റു മക്കളൊക്കെ പിന്നീട് അവരുടെ ഇത്തനോടാണ് പറയുന്നത്, നീ പറഞ്ഞിട്ടാണ് വാപ്പ ഹജ്ജിന് പോയത്, അപ്പോൾ നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ മകൾ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവേ, നിന്നിലുള്ള തവക്കുലും പ്രതീക്ഷയുമാണ് എൻ്റെ വാപ്പയെ ഹജ്ജിന് പറഞ്ഞയക്കാൻ എനിക്ക് തുണയായി ഉണ്ടായത്. പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ആ മൂത്ത പെൺകുട്ടി വീട്ടിൽ കഴിഞ്ഞു. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ പരിവാരത്തോടൊന്നിച്ച് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഹാത്തിമുൽ അസമിൻ്റെ വീട്ടുമരത്തെത്തി. ദാഹിച്ചു വലഞ്ഞ ഖലീഫ ആ വീട്ടിൽ നിന്ന് അല്പം വെള്ളം ചോദിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്ത് അത് കുടിച്ച് ഖലീഫ ചോദിച്ചു, ഇത് ആരെ വീടാണ്? അപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് സ്ത്രീ പ്രതികരിച്ചു, ഇത് ഹാത്തമുൽ അസമിൻ്റെ വീടാണ്. അപ്പോൾ ഹാത്തിമുൽ അസം പ്രസിദ്ധനാണ്. പക്ഷേ ഖലീഫക്ക് അറിയില്ലായിരുന്നു ഈ ഒരവസ്ഥയിലാണ് ആ വീട് എന്നുള്ളത്. ഹാത്തിമുൽ അസം ഹജ്ജിന് പോയതാണ്, ഞങ്ങൾ വീട്ടിൽ ഇവിടെ തനിച്ചാണ്. ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ കയ്യിലുള്ള സ്വർണങ്ങളും അതേപോലെ തന്നെ ദീനാറുകളും എടുത്ത് അത് ആ വീട്ടിലേക്ക് ഇട്ടതിന് ശേഷം തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ്, എന്നോട് ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ. അപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള പടക്കിഴിയും മറ്റും ആ വീട്ടിലേക്ക് എറിഞ്ഞ് ആ സൈന്യം പോയി എന്നാണ്. വീട് ധന്യമായി, സന്തോഷത്തിൻ്റെ നിറവിൽ അതുവരെ കരഞ്ഞിരുന്നതായ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ചിരിച്ചു തുള്ളിച്ചാടിയപ്പോൾ മൂത്ത മകൾ കരയുകയാണ്. അപ്പോൾ മൂത്ത മകളോട് താഴെയുള്ളവർ പറയുകയാണ്, നീ എന്തിനാണ് ഇപ്പം കരയുന്നത്? ഇപ്പം നമ്മൾ ധന്യരായി, പണക്കാരായി, സമ്പത്തായി, ഇപ്പോഴാണോ കരയേണ്ടത്? അപ്പോൾ ആ പെണ്ണിൻ്റെ പ്രതികരണം, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പ് നമ്മളെ നോക്കിയപ്പോഴാണ് നമ്മൾക്ക് ഈ വിശാലതയും ധന്യതയും ഉണ്ടായത്. അർഹമുറാഹിമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എത്രമാത്രം ധന്യരാകും. പടച്ചോൻ നമുക്ക് ചൊരിഞ്ഞാൽ, റഹ്മാനായ അള്ളാഹു നമുക്ക് അരുളിയാൽ, അപ്പോൾ നമുക്ക് എത്രമാത്രം വിശാലമായ ധന്യത വരും. ഇതാലോചിച്ചിട്ടാണ് ഞാൻ കണ്ണ് നിറച്ചത് എന്നാണ് ആ പെൺകുട്ടി അവരോട് പ്രതികരിച്ചത് എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിൻ്റെ വിശാലത അത് മനസ്സിലാക്കിയാൽ, അത് ഉൾക്കൊണ്ടാൽ പ്രതികരണവും അതേപോലെ തന്നെ പ്രഖ്യാപനവും ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ്.